നമസ്തേ ഗുയ്സ്. അങ്ങനെ വെൽക്കം ബാക്ക് ടു നമ്മുടെ തേർഡ് ഡേ ഓഫ് നോർത്ത് ഇന്ത്യൻ ഹിന്ദു വെഡ്ഡിങ്. അപ്പോൾ ഇന്നത്തെ ഇവൻ്റാണ് ഹൽദി. നമ്മുടെ നാട്ടിലും സാധാരണ നടക്കുന്നൊരു പരിപാടിയാണ് ഹൽദി. ജാതി മതഭേദമന്യേ ക്രിസ്ത്യൻസ്, ഹിന്ദു, മുസ്ലിംസ് എല്ലാവരും നടത്തുന്നൊരു ചടങ്ങാണ്. മഞ്ഞൾ വെച്ച് ചാർത്തുന്നൊരു പരിപാടി. അപ്പോൾ ഈ കാണുന്നൊരു തോണിയിലാണ് നമുക്ക് ഹൽദി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണച്ചക്കൻ മിസ്റ്റർ അതുൽ ജാംവാൽ അല്ലെങ്കിൽ ഗേണുബൈ എന്ന് വിളിക്കുന്ന ആളെ ഇങ്ങനെ നമ്മുടെ തോണിക്കകത്ത് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് തേക്കാനുള്ള മഞ്ഞൾ ഒരു തളികയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആദ്യത്തെ കർമ്മങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ചെറുക്കനെ ഫ്രണ്ടിൽ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫി ടീം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ എനിക്ക് മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ചെക്കൻ മുതൽ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെക്കും. ഇപ്പോൾ എല്ലാവർക്കും ഓരോന്ന് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ എടുക്കുമ്പം എല്ലാവരും കൂളിംഗ് ഗ്ലാസ് മസ്റ്റ് ആയിരിക്കും. ഈ ക്യൂട്ടിയൊക്കെ എൻ്റെ നിന്ന് കൂളിംഗ് ഗ്ലാസ് കടം മേടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു തരുന്ന കാഴ്ചയൊക്കെയാണ്. ചെക്കൻ്റെ അമ്മയുടെ 2 സിസ്റ്റേഴ്സിനൊപ്പമുള്ള ഫോട്ടോ, അവരും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ. അങ്ങനെ പ്രായപത വ്യത്യാസമൊന്നുമില്ല. അങ്കിൾമാർ, ആൻറ്റിമാരും പോലെ അമ്മച്ചമാർ വരെ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നുണ്ട്. ഫുള്ള് ഒരേ മൂഡ്. വെച്ചേക്കുന്ന പാട്ടിനൊപ്പം ബാങ്കറാത്താളം പിടിക്കാൻ അവർ വിട്ടില്ല. ഓരോരുത്തർ ഓരോ പോസ്, മീശയുള്ള ചേട്ടൻ്റെ കൂടെ മീശയുള്ള പോസ്, അങ്ങനെ ഫുള്ള് വൈബ്. അങ്ങനെ ഓരോ ബന്ധുമിത്താത്തിലായിട്ട് മാറി മാറി എന്ന ഫോട്ടോഷൂട്ട് പരിപാടി. എല്ലാവർക്കും കൂളിംഗ് ഗ്ലാസ് മസ്റ്റ് മാറി മാറി വെക്കുന്നു. ഈ കാണുന്ന ടെഡിബിയറായിരുന്നു നമ്മുടെ ഹൽദി ഫംഗ്ഷൻ്റെ മറ്റൊരു അട്രാക്ഷൻ. ടെറസിൻ്റെ മണ്ടയ്ക്ക് പൊടിയും പിടിച്ചിരുന്ന സാധനം ഇവൻ്റ് മാനേജ്മെൻറ്റുകാരെ വിളിച്ച് കഷ്ടപ്പെട്ട് മേളിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഇതിനെ നടുക്ക് കൊണ്ട് വെച്ച്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഒരു മൊത്തത്തിലൊരു വൈബ് നൽകിയത്. അമ്മച്ചി ഏതാ വൈബ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബാങ്കറ പാട്ടിൻ്റെ സ്റ്റെപ്പ് കിട്ടുന്നത് അടിപൊളിയായി. ലെഫ്റ്റിൽ കാണുന്നതാണ് കന്നവ്. നേവിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. പുള്ളി കൊച്ചിയിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 1 കൊല്ലം 2 വർഷം മുമ്പ്. നിങ്ങളെപ്പോലെ തന്നെ പണ്ട് ടെനൻ്റായിട്ട് താമസിച്ചിരുന്നൊരു ഹിമാചലി ഫാമിലി ആട്ടോ. മണാലിയിൽ നിന്നാണ് വന്ന്. അവർ ഫാമിലിയായിട്ട് അങ്കിളും ആൻറ്റിയും മോനും സച്ചുബായും വന്നിട്ടുണ്ട്. പുള്ളി ഡോക്ടറാണ്. ഈ വീഡിയോക്കകത്ത് ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്കിളും ആൻറ്റിയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ചെക്കൻ്റെ അമ്മ അഞ്ജന ആൻറ്റിയും മറ്റേ ആൻറ്റിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, പൂനം എഴുതിയുടെ അമ്മയെന്ന് അറിയപ്പെടുന്നു. ചെറുക്കൻ്റെ അമ്മയും പെങ്ങളോട് ഫോട്ടോ എടുക്കുന്നു. ഗുഡിയാദീദിയും അഞ്ജന ആൻറ്റിയും അവരുടെ തന്നെ വീണ്ടും ഫോട്ടോ. അവസാനം അമ്മ മാറി അനിയത്തിയും ചേട്ടനും മാത്രമായിട്ടൊരു ഫോട്ടോ. അങ്ങനെ കുടുംബക്കാരുടെ ഫോട്ടോ ഹെൽപ്പ് എല്ലാം കഴിഞ്ഞു. അവസാനം ഞാനും ഫോട്ടോ എടുത്തു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, കാരണം ഞാനാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മഞ്ഞൾ വാരിത്തേക്കൽ തുടങ്ങി. കസിൻസിൻ്റെ ഒരു ഗേൾ ഗ്യാങ്സ് കൂടെ ഉണ്ട്. അവരാണ് പരിപാടി ഹോസ്റ്റ് ചെയ്ത് കളറാക്കി. അങ്ങനെ ഫുള്ള് ഡാൻസും പരിപാടിയായിട്ട് നമ്മുടെ ഹൽദി പരിപാടി അങ്ങനെ ക്ലോസ് ആയി. അപ്പം ഗുഡ് നൈറ്റ്.